നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി, നാളെ രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ദിവ്യയുടെ സീമന്തത്തിന് ചേച്ചിയും പോണം. സാധ്യമല്ല പ്രതാപ. എന്താ ചേച്ചി? വെറുതെ മൂഡ് സ്പോയിൽ ചെയ്യല്ലേ. നിങ്ങൾ പോവാൻ നോക്ക്. പോവാനല്ലേ പറഞ്ഞ. ഹലോ ഋതിക മേഡത്തെ, ദീപക്കിനിങ്ങനെ തോളി പിടിച്ച് പിന്നിലേക്ക് തള്ളിയിടായിരുന്നു. അത് പണ്ട് കുട്ടിക്കാലത്ത്. കാലം മാറി. ഋതിക മേഡം ഇപ്പൊ എന്റെ സംരക്ഷണയില്ല. അതുകൊണ്ട് നിന്റെ കയ്യാങ്കളിയൊന്നും ഇങ്ങോട്ടിറക്കണ്ട. ഇറക്കി അറിയാലോ, വേനൽ കാല ചതവ് മാറാനേ വൈദ്യര് പറയുന്ന പച്ചമരുന്ന് തപ്പിയാ കിട്ടില്ല. എല്ലാം ഉണങ്ങി നിൽക്കുക. പിന്നെ ദിവ്യയുടെ സീമന്തത്തിന് നീ വരും. ഞാൻ വരില്ലടാ. നീ വരും, വന്നിരിക്കും. രാജു, നീ ഇത് കണ്ടോ? എനിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ DNA റിപ്പോർട്ടായത്. ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നാണ് ഈ റിപ്പോർട്ടില്. ഇനി നിനക്ക് തീരുമാനിക്കാം വരണോ വേണ്ടയോന്ന്. രാജു, അതിങ്ങതാ തരാൻ. തരാം. നീ സീമന്തത്തിന് വന്നാ ഇത് ഞാൻ തിരിച്ചുതരാം. പറ്റോ? സമ്മതം അല്ലെങ്കിൽ ഇത് ഞാൻ ഇപ്പൊ തന്നെ വർമ്മ സാറിനെ കാണിക്കും. വേണ്ട, ഞാൻ വരാം. പ്രോമിസ്? സത്യമായിട്ടും, എന്റെ അമ്മ സത്യമായിട്ടും ഞാൻ വരാം. രാജു, ദയവ് ചെയ്തത് അമ്മാവനെ കാണിക്കരുത്. ഓ, പൊയ്ക്കോ. രാജു, ആ റിപ്പോർട്ട് എവിടെ കിട്ടി? ഇതെന്ത് അത്ഭുത! കത്തിപ്പോയെന്ന് നമ്മൾ കരുതിയുന്ന DNA റിപ്പോർട്ട് തിരിച്ചു വന്നോ? എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഇത് കാലിയാണല്ലോ. അത് അവനറിയില്ലല്ലോ, മണ്ടൻ. മാഡം വാ. ഇതെന്തിനാ ഋതിക മാഡം ഈ ഓർണമെന്റ്സും സാരിയൊക്കെ? ആവോ, എനിക്കറിയില്ല. ചെറിയമ്മ തന്നതാ. അച്ഛനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. സാറിനെയോ? അതിങ്ങതാ. ഇതെന്തിനാ പ്രതാപ? പറയാൻ ചേച്ചി. രാജു സർ, നിങ്ങളും കൂടെ വാ. വായിച്ചി. ഇത് ദിവ്യയുടെ റൂമല്ലേ പ്രതാപ? അതെ. അയ്യോ വർമ്മ സാറേ, എന്താ എല്ലാരും? ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? സാർ വരൂ. ദിവ്യേ, ദാ. അയ്യോ വർമ്മ സാറേ, എനിക്കെന്തിനാ ഇതൊക്കെ? ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തിലൂടെയാ ദിവ്യ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദിവ്യ ഒരു അമ്മയാവും. പക്ഷെ ഒരുപാട് വലിയ പ്രശ്നങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാ ദിവ്യ ഇപ്പൊ കടന്നുപോകുന്നെന്ന് എനിക്കറിയാം. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുന്ന ഒരു ദിവസം അകലെയല്ലെന്ന് വിശ്വസിച്ചുള്ളൂ. പിന്നെ ദിവ്യയുടെ സീമന്തത്തിനെത്താൻ എനിക്ക് കഴിയില്ല. ഇലക്ഷനാ വരാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. സീമന്തത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ തരുന്ന ഈ സമ്മാനം ദിവ്യ സ്വീകരിക്കണം.
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിന്നറിയാം. ഞാൻ കാരണം വർമ്മ സാറിനും ഈ കുടുംബത്തിനുണ്ടായ അപമാനങ്ങളൊക്കെ മറന്ന് വർമ്മ സാറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ 2 ജീവനും അന്നവും നൽകി. ഒരു ജോലിക്കാരിയാണെന്ന് പോലും നോക്കാതെ. ഏയ് എന്താ കുട്ടിയത്? സാറേ, ഏയ് എന്താ ദിവ്യേ? ദിവ്യ ഇപ്പൊ ഒരു സാധാരണ സ്ത്രീയല്ല, സാക്ഷാൽ പാർവതി ദേവിക്ക് തുല്യ. ദിവ്യ എന്റെ കാലി വീണ അത് മഹാപാപോ. കൂടുതലൊന്നും ആലോചിക്കണ്ട, സമാധാനം ഒട്ടിരിക്കുക. നാളെ നടക്കാൻ പോകുന്ന ചടങ്ങ് ദിവ്യയ്ക്കും ദിവ്യയുടെ കുഞ്ഞിനും വേണ്ടി നടത്തുന്ന ചടങ്ങാണ്. മനസ്സിലെ വിഷമങ്ങളെല്ലാം മറന്നു ദിവ്യ സന്തോഷമായിട്ടിരിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. കരയാതെ കണ്ണുടയ്ക്ക്. ശരി വർമ്മ സാറേ. കുഞ്ഞ് ജനിക്കട്ടെ, അതിനുശേഷം ദിവ്യയുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ചേച്ചി, നാളെ രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ദിവ്യയുടെ സീമന്തത്തിന് ചേച്ചിയും പോണം. സാധ്യമല്ല പ്രതാപ. എന്താ ചേച്ചി? അല്ല പ്രതാപ, എനിക്ക് നല്ല തലവേദന, ഒരു പനിക്കോളും ഉണ്ട്. ദിവ്യയുടെ റൂമിലേക്കാണ് നീ എന്നെ വിളിച്ചുകൊണ്ട് വരുന്നെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് പോലും വരില്ലായിരുന്നു. വല്ല പകർച്ചപ്പനിയോ ആണെങ്കിലേ ഇവൾക്കും പകരില്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങോട്ടുമില്ല. റൂമിൽ പോയിട്ടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ അധിക നേരം ഇവിടെ നിന്നാലേ ശരിയാവില്ല പ്രതാപ. രാജു, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. അച്ഛൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഇനി കുഞ്ഞു വരുന്നത് വരെ ഒരു കാര്യം ആലോചിച്ച് വെറുതെ വിഷമിക്കരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ? യാമിന മാഡത്തിന്റെ സെലക്ഷൻ അല്ലേ, മോശാവോ? ഇപ്പൊ എനിക്ക് ഈ വീട്ടിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്കൊക്കെ കാരണം നിങ്ങൾ 2 പേരുവാ. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയില്ല. ഞാൻ സന്തോഷിച്ചു കാണാനും എന്നെ സന്തോഷിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കുമ്പോ എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.